ഹലോ ഓൾ, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരു 100 വട്ടം ആലോചിക്കാറുണ്ടോ? ആ ഒരു കോൺവെർസേഷന് ശേഷം നിങ്ങൾ ഭയങ്കര എനർജി ഡ്രെയിൻഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഹീൽ വിത്ത് ദിവ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ കംപ്ലീറ്റ്ലി NPD അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് സെൽഫ് ഡയഗ്നോസ് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടുള്ളതല്ല. അപ്പം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതിനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് മിക്സഡ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം ഇവർ ഭയങ്കര ലവിങ് ആൻഡ് കെയറിങ് ആയിരിക്കും, നിങ്ങളോട് ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കും, നിങ്ങളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിത്തരും. ആൻഡ് പെട്ടെന്നൊരു ദിവസം കാണാം ഇയാൾ തന്നെയാണോ മുമ്പുണ്ടായിരുന്നെന്നുള്ള രീതിയിൽ നിങ്ങളോട് ഭയങ്കരമായിട്ട് ഡിസ്റ്റൻസ് അവർ കീപ്പ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇനി ഇതിലൊരു ക്ലാരിറ്റി വേണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി കിട്ടില്ല. നിങ്ങൾ അതിൽ ഒരുപാട് നിങ്ങളുടെ തോട്ട് പല രീതിയിൽ ചിന്തിച്ച് ഇതിലൊരു ക്ലാരിറ്റി വരുത്താൻ നോക്കിയാലും നിങ്ങൾക്ക് ക്ലാരിറ്റിക്ക് പകരം അവിടെ ഉണ്ടാവുന്നത് കൺഫ്യൂഷൻസ് മാത്രമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഡൗട്ട്സ് ഉണ്ടാവാനുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഗ്യാസ് ലൈറ്റിംഗ് ആണ്. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇത് നിങ്ങളുടെ തെറ്റാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് അവർ നമ്മളെ കൊണ്ടെത്തിക്കും. അതായത് അവർ മുമ്പ് പറഞ്ഞതോ ചെയ്തതോ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അവരത് ഡിനൈ ചെയ്തിട്ട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അത് നിന്റെ തോന്നലാണ്, നിനക്കങ്ങനെ തോന്നിയതാണ്, അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ അവരത് വരുത്തി തീർക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടെ റിയാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സെൽഫിനെ തന്നെ നിങ്ങൾ ആ ഒരു റിയാലിറ്റിയെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തും അപ്പം നിങ്ങൾക്ക് പിന്നെയും ആ ഒരു കൺഫ്യൂഷൻ ആവും. ഇതിന് എൻ്റെ തെറ്റാണോ, ഞാനന്ന് ഓവർ റിയാക്ട് ചെയ്തതാണോ, അല്ലെങ്കിൽ ഞാൻ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ചതാണോ എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ തിങ്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും എന്നുള്ളതാണ് ഗ്യാസ് ലൈറ്റിങ്ങിന്റെ ഒരു കോൺസിക്വൻസ്. ഒരു പ്രധാന കാര്യം, നമ്മൾ ഏത് റിലേഷൻഷിപ്പിന്റെയും ഒരു പില്ലർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെയുള്ള ചില റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് അവിടെ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് അതിനെക്കുറിച്ച് ഡീപ്പ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അവർ തയ്യാറാവില്ല. കാരണം അങ്ങനെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് അവരുടെ ആ ഒരു ട്രൂ നേച്ചർ എക്സ്പോസ്ഡ് ആവുമോ എന്നുള്ളത് അവർക്ക് എപ്പോഴും പേടിയുണ്ട്. കാരണം അവരുടെ ഉള്ളിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യുന്നത് ഞാൻ വളരെ പെർഫെക്റ്റ് ആണെന്നുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒത്തിരി ഡീപ്പായിട്ടുള്ള കോൺവെർസേഷന് പോകുമ്പോൾ അവർ അതിലൊട്ടും സെക്യൂർഡ് അല്ല. അവർക്ക് ആ ഒരു ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വരുന്നത് കൊണ്ട് തന്നെ ആ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് അവിടെ ലാക്ക് ചെയ്യും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻസ് ഉണ്ടാവുകയും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. ഇനി അഞ്ചാമത്തെ കാരണം എന്ന് പറയുന്നത് ഇവർ ഇമോഷണലി ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും. അതായത് ഒരു ദിവസം നമ്മളോട് ഭയങ്കര സ്നേഹം കാണിക്കും, പെട്ടെന്ന് നമ്മളോട് ദേഷ്യം കാണിക്കും, പിന്നെ നമ്മളോട് പിണങ്ങിയിരിക്കും, ആൻഡ് പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്യും. അതായത് സ്നേഹം, ദേഷ്യം, അതുപോലെ നമുക്ക് ഉണ്ടാവുന്ന കുറേ പെയിൻ കാര്യങ്ങളൊക്കെ ഇവർ റിപ്പീറ്റഡ്ലി തന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മളൊരു ഇമോഷണൽ റോളർ കോസ്റ്ററിലായിരിക്കും ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. നമുക്കതൊരു കൺഫ്യൂഷൻ ആവും, ഇത് സ്നേഹമാണോ? ഒരു ദിവസം നമുക്ക് ചില ബ്രെഡ് ക്രംസ് ഒക്കെ ഇട്ട് തന്നിട്ട് ഇത് സ്നേഹമാണെന്ന് തോന്നും, അടുത്ത ദിവസം പിന്നെ ഇവർ പോകും, പിന്നെയും വരും. സോ ഇവിടെ നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ഒരു റോളർ കോസ്റ്റർ പോലെയാണ് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അടുത്ത റീസൺ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു റിലേഷൻഷിപ്പ് ഫിക്സ് ചെയ്യാൻ നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളായിരിക്കും അവിടുത്തെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം കോംപ്രമൈസ് ചെയ്യുന്ന ഒരാൾ. നിങ്ങൾ മാക്സിമം എന്തൊരു ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴും സോറി പറയാനും നിങ്ങളത് തിരിച്ച് ബാക്ക് ടു നോർമൽ ആക്കാനും ഒക്കെ നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് ശ്രമിക്കും. പക്ഷേ അവിടെ നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് അപ്പോഴും നിങ്ങളുടെ അവിടെ കൺഫ്യൂസ്ഡ് ആവും. ഇതെന്താണ്, ഞാൻ ഇത്രയൊക്കെ അഡ്ജസ്റ്റിംഗ് ആയിട്ടും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടും എനിക്ക് എന്താണ് തിരിച്ചത് റെസിപ്രോക്കേറ്റ് ചെയ്യാത്തതെന്നുള്ളൊരു കൺഫ്യൂഷൻ പിന്നെയും അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് അവിടെ അപ്പോഴും കിട്ടത്തില്ല. പിന്നെ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ റെഡ് ഫ്ലാഗ്സ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളത് ജസ്റ്റിഫൈ ചെയ്യും. അത് പുള്ളി ആ ഒരു സമയത്തെ ദേഷ്യം കൊണ്ട് ചെയ്തതാണ്, എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ ജസ്റ്റിഫൈ ചെയ്ത് അയാളുടെ ആ ഒരു ബിഹേവിയറിനെ നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുന്നതാണ് അടുത്തൊരു റീസൺ. അപ്പോൾ അവിടെ കാണുന്ന ആ ഒരു റെഡ് ഫ്ലാഗ്സ് ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾ എത്തും. ഇയാളത് ശരിയായിരുന്നോ, അതോ ഇയാൾ ഇങ്ങനെ അല്ലായിരുന്നോ, ഞാൻ ഇങ്ങനെ അല്ലായിരുന്നോ ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഓവറോൾ കൺഫ്യൂഷനിൽ നിങ്ങൾ എത്തുന്നുള്ളതാണ് അടുത്തൊരു കാര്യം.
ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിൽ ഈ പറഞ്ഞ പല കാര്യങ്ങളും ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ചില സമയത്ത് ഇവർ സ്നേഹിക്കും, ചില സമയത്ത് നമ്മളെ ഇവർ ദ്രോഹിക്കും എന്നുള്ളതാണ്. അപ്പം ഈ ലവ് അതുപോലെ പെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് ഇവർ എപ്പോഴും ഉണ്ടാവുക. അപ്പം നമ്മൾ ഈ ഒരു ട്രോമ ബോണ്ടിങ്ങുമായിട്ട് നമ്മൾ അഡാപ്റ്റഡ് ആയിട്ടുണ്ടാവും ഇതിനകം തന്നെ ഇവരുടെ ആക്ഷൻസിലൂടെ. അപ്പം നമ്മുടെ ബ്രെയിന് ഓൾറെഡി ഈ ഒരു പാറ്റേണുമായിട്ട് അഡാപ്റ്റഡ് ആയി. കാരണം ഇതാണ് നമുക്ക് വേണ്ടത്, ഇതാണ് നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത്. അപ്പം ആ കുറച്ച് കിട്ടുന്ന സ്നേഹത്തെയും ആ പെയിനും ഇതാണ് ഐഡിയൽ അല്ലെങ്കിൽ എനിക്കുള്ള ലവ് എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ ബ്രെയിനും നിങ്ങളും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോഴും നിങ്ങൾക്ക് ശരിയായിട്ടുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കില്ല. നിങ്ങൾ എപ്പോഴും ആലോചിക്കും, ഓക്കെ, നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാത്തൊരവസ്ഥയിലേക്ക് അതുകൊണ്ട് നിങ്ങൾ എത്തിക്കും എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് അവസാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ തെറ്റല്ല. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് നിങ്ങളുടേതായ രീതിയിൽ വർക്കൗട്ട് ചെയ്യാനും അത് ബെറ്റർ ആവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷേ അങ്ങനെ ഈ NPD ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ക്ലാരിറ്റി കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ആൻഡ് ഒന്നുകൂടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, എല്ലാ റിലേഷൻഷിപ്പും അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നമുക്കൊരിക്കലും കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. ഓക്കെ, നമുക്കവിടെ ക്ലാരിറ്റി ഉണ്ടാവും. ഇയാൾ എനിക്ക് പറ്റുമോ, ഇയാൾ നാളത്തേക്ക് നല്ലതായിരിക്കുമോ, ഇയാൾ എന്താ ഇങ്ങനെയെന്നുള്ള ഒരു കൺഫ്യൂഷൻസും ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ക്ലാരിറ്റി ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ, എന്തോ നിങ്ങളോട് പറയാൻ അവിടെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ മൈൻഡ് തന്നെ. അതൊരിക്കലും ഇഗ്നോർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളത് എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം. ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ വിളിച്ച് നിങ്ങൾക്ക് സെഷൻസ് ബുക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ഇത് ഒരു NPD അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്, ഡയഗ്നോസ് ചെയ്യാനുള്ളതല്ല. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്